Chapter 8 Parallel Transport. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പാരലൽ ട്രാൻസ്പോർട്ടിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുന്നേ നമുക്ക് കുറച്ച് ടേംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. കൊവേരിയൻ ഡെറിവേറ്റീവ്, യൂക്ലിഡിയൻ പാരലൽ ആൻഡ് ലെവി-സിവിറ്റ പാരലൽ, അങ്ങനെ കുറച്ച് ടേംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. ഫസ്റ്റ്, a vector field x along a parameterized curve alpha from I to S in an end surface S is tangent to S along alpha if x of t belongs to S alpha of t for all t belongs to y. എന്താ പറഞ്ഞത്? എ വെക്ടർ ഫീൽഡ് എക്സ് അലോങ് ആൽഫ എന്താവുക? is said to be tangent to the surface and surface S along alpha if x of t belongs to S alpha of t for all t belongs to y. അതായത് some n surface S കൺസിഡർ ചെയ്യാം, a parameterized curve ആൽഫ. ഇനി എക്സ് എന്ന് പറയുന്ന ഒരു വെക്ടർ ഫീൽഡ്, എ വെക്ടർ ഫീൽഡ് എക്സ് എലോങ് ആൽഫ എന്താണെന്ന് പറയുന്നത്? ടാൻജൻറ്റ് ടു എസ് എലോങ് ആൽഫ എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം? എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവണം? ടാൻജൻറ്റ് വെക്ടർ സ്പേസിൽ ഉണ്ടാവുക, അതായത് എസ് ആൽഫ ഓഫ് ടിയിൽ ഉണ്ടാവുക. ഫോർ ഈച്ച് ടി ബിലോങ്സ് ടു ഐ, എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എസ് ആൽഫ ഓഫ് ടിയിലുണ്ടെങ്കിൽ എന്ത് പറയാം? എക്സ് ഈസ് സെഡ് ടു ബി ടാൻജൻറ്റ് ടു എസ് എലോങ് ആൽഫ. Now consider a vector field x tangent to S along alpha. Now consider derivative of x. Derivative of x എന്ന് പറയുന്നത് എന്താണ്? If x of t is equal to alpha of t, x1 of t, etc. xn plus 1 of t ആണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്താണ് വരിക? ഇസ് ഈക്വൽ ടു ആൽഫ ഓഫ് ടി ഡി എക്സ് വൺ ബൈ ഡി ടി എക്സെട്ര ഡി എക്സ് എൻ പ്ലസ് വൺ ബൈ ഡി ടി. ഇതാണ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. നൗ കൺസിഡർ എ വെക്ടർ ഫീൽഡ് എക്സ് വിച്ച് ഈസ് ടാൻജൻറ്റ് ടു എസ് എലോങ് ആൽഫ. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് കൺസിഡർ ചെയ്യാം. ഏത് വെക്ടർ ഫീൽഡ് കൺസിഡർ ചെയ്താൽ, ടാൻജൻറ്റ് വെക്ടർ ഫീൽഡ് കൺസിഡർ ചെയ്താലും അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവണമെന്നില്ല? ടാൻജൻറ്റ് സ്പേസിൽ ഉണ്ടാവണമെന്നില്ല. എക്സ് ടാൻജൻറ്റ് ടു എസ് അലോങ് ആൽഫ ആയതുകൊണ്ട് എക്സ് ഓഫ് ടി എവിടെ ഉണ്ടാവും? ഫോർ ഈച്ച് ടി ബിലോങ്സ് ടു ഐ, എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവും? എസ് ആൽഫ ഓഫ് ടിയിൽ ഉണ്ടാവും. പക്ഷെ ഇതിൻ്റെ ഡെറിവേറ്റീവ് എവിടെ ഉണ്ടാവണമെന്നില്ല? എസ് ആൽഫ ഓഫ് ടിയിൽ ഉണ്ടാവണമെന്നില്ല. അന്നേരം ഈ ഒരു കേസിൽ നമ്മൾ സം വെക്ടർ ഫീൽഡ് എക്സ് ഡാഷ് ഡിഫൈൻ ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ, കൺസിഡർ എ സർഫസ് എസ്, and a tangent space at a point alpha of t. Now x dot of t, അതായത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറയുന്നത്, എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ടാൻജൻറ്റ് സ്പേസിൽ ഉണ്ടാവണമെന്നില്ല. സം വെക്ടർ ഇൻ ദിസ് ഡയറക്ഷൻ ആണ് വിചാരിക്കും. Now consider n alpha of t, which is the normal at the point alpha of t.
ഇനി നമ്മൾ ഈ ഒരു വെക്ടറിന്, അതായത് എക്സ് ഡോട്ട് ഓഫ് ടി, സർഫസ് എസ് കൺസിഡർ ചെയ്തു, ടാൻജൻറ്റ് സ്പേസ് അറ്റ് എ പോയിന്റ് ആൽഫ ഓഫ് ടി കൺസിഡർ ചെയ്തു, പോയിന്റ് ആൽഫ ഓഫ് ടി, എക്സ് ഡോട്ട് ഓഫ് ടി എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ് എഴുതിയത്. എക്സ് ഡോട്ട് ഓഫ് ടി എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ് എഴുതിയത്. ഇത് ടാൻജൻറ്റ് സ്പേസ്. കൺസിഡർ എ നോർമൽ അറ്റ് ആൽഫ ഓഫ് ടി. ഇനി നമ്മൾ ഈ ഒരു വെക്ടറിനെ ടാൻജൻറ്റ് സ്പേസിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുക, അതായത് ഓർത്തോഗണലി പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെക്ടർ കിട്ടും. ഇതിനെയാണ് നമ്മൾ എക്സ് ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത്. അതായത് കൊവേരിയൻ ഡെറിവേറ്റീവ് ഓഫ് ദ ടാൻജൻറ്റ് വെക്ടർ ഫീൽഡ് എക്സ്. എന്താ ചെയ്യുന്നത്? എക്സ് ഡോട്ട് ഓഫ് ടി എന്ന് പറയുന്ന ഈ ഒരു വെക്ടറിന് എങ്ങോട്ടേക്ക്? ടാൻജൻറ്റ് സ്പേസിലേക്ക്, എസ് ആൽഫ ഓഫ് ടിയിലേക്ക് ഓർത്തോഗണലി പ്രൊജക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്, ഓർത്തോഗണലി പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഡാഷ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഡോട്ട് ഓഫ് ടി മൈനസ് എക്സ് ഡോട്ട് ഓഫ് ടി ഡോട്ട് എൻ ആൽഫ ഓഫ് ടി ഇൻറ്റു എൻ ആൽഫ ഓഫ് ടി. ഇതിനാണ് കൊവേരിയൻ ഡെറിവേറ്റീവ് ഓഫ് എക്സ് അറ്റ് ആൽഫ ഓഫ് ടി എന്ന് പറയുന്നത്. ഡെഫിനിഷൻ നോക്കാം. എന്താണ്? ടാൻജൻറ്റ് സ്പേസ് കൺസിഡർ ചെയ്തു, സം പോയിന്റ് ആൽഫ ഓഫ് ടി. ഇനി എക്സ് ഡോട്ട് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഡയറക്ഷനിലുള്ളൊരു വെക്ടറാണ്. നമ്മളിതിന് എന്ത് ചെയ്യുന്നു? ഈ എക്സ് ഡോട്ട് ഓഫ് ടീനെ ടാൻജൻറ്റ് സ്പേസിലേക്ക് ഓർത്തോഗണലി പ്രൊജക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ചെയ്താൽ കിട്ടുന്ന ഈ ഒരു വെക്ടറിനെയാണ് നമ്മൾ എക്സ് ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത്. അത് കൊവേരിയൻ ഡെറിവേറ്റീവ് ഓഫ് എക്സ് അറ്റ് ടി എന്ന് പറയുന്നത്. Covariant derivative. Let S be an n surface in Rn plus 1 and let alpha from I to S be a parametrized curve in S, and let X be a smooth vector field tangent to S along alpha. Tangent to S along alpha എന്ന് വെച്ചാൽ എന്താണ്? X of t belongs to S alpha of t for each t belongs to I. Then the covariant derivative of X is the vector field X dash tangent to S along alpha, which is defined by X dash of t is equal to X dot of t minus X dot of t dot n alpha of t into n alpha of t, where n is an orientation on S. ഇനി നമ്മൾ കണക്റ്റഡ് എൻ സർഫസസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. കണക്റ്റഡ് എൻ സർഫസസ് കൺസിഡർ ചെയ്യുന്നേരം ദർ എക്സിസ്റ്റ് എക്സാക്ട്ലി 2 ഓറിയൻറ്റേഷൻ. ഏതൊക്കെ ഓറിയൻറ്റേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത്? എന്നും മൈനസ് എന്നും. അതായത് n1 ഈക്വൽ ടു n എന്ന് പറയുന്ന ഓറിയൻറ്റേഷനും n1 ഈക്വൽ ടു n2 ഈക്വൽ ടു മൈനസ് n എന്ന് പറയുന്ന ഓറിയൻറ്റേഷനും മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അന്നേരം ഇവിടെ ഇപ്പോൾ ഇക്വേഷൻ എന്താണെന്ന് പറയുന്നത്? എക്സ് ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഡാഷ് ഓഫ് ടി ഈക്വൽ ടു എക്സ് ഡോട്ട് ഓഫ് ടി മൈനസ് എക്സ് ഡോട്ട് ഓഫ് ടി ഡോട്ട് എൻ ആൽഫ ഓഫ് ടി ഇൻറ്റു എൻ ആൽഫ ഓഫ് ടി. ഇവിടെ സ്പേസ് ഇല്ലാത്തതിനെ കൊണ്ട് താഴോട്ട് എഴുതിയതാണ്. അന്നേരം ഈ ഒരു ഇക്വേഷനിലെ ഫോം നേരത്തെ പറഞ്ഞതൊന്ന് ഓർത്ത് വെക്കണം, എങ്ങനെയാണെന്നുള്ളത് മാറിപ്പോരുത്. അന്നേരം ഇവിടെ ഇപ്പം n1 ആണ് കൺസിഡർ ചെയ്ത് വെച്ചാൽ എന്ത് വരും? n1
n1 വരെ. അത് എക്സ് ഡോട്ട് ഓഫ് ടി മൈനസ് എക്സ് ഡോട്ട് ഓഫ് ടി ഡോട്ട് n1 ആൽഫ ഓഫ് ടി ഇൻറ്റു n1 ഓഫ് ആൽഫ ഓഫ് ടി എന്ന് വരും. അതായത് n1 ഈക്വൽ ടു n ആയതുകൊണ്ട് എന്ത് വരും? വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഡോട്ട് ഓഫ് ടി മൈനസ് എക്സ് ഡോട്ട് ഓഫ് ടി ഡോട്ട് n ആൽഫ ഓഫ് ടി ഇൻറ്റു n ആൽഫ ഓഫ് ടി എന്ന് വന്നു. ഇനി നമ്മൾ സെക്കൻഡ് ഓറിയൻറ്റേഷനാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. n2 ഈക്വൽ ടു മൈനസ് n എന്ന് പറയുന്ന ഓറിയൻറ്റേഷനാണ് കൺസിഡർ ചെയ്തതെങ്കിൽ എന്ത് വരും? ഇവിടെ n2 ഓഫ് ആൽഫ ഓഫ് ടി n2 ഓഫ് ആൽഫ ഓഫ് ടി n2 ഓഫ് ആൽഫ ഓഫ് ടി എന്ന് വരും. അതായത് എന്തായിരിക്കും? മൈനസ് n, അത് മൈനസ് n ഓഫ് ആൽഫ ഓഫ് ടി മൈനസ് n ഓഫ് ആൽഫ ഓഫ് ടി. അതായത് എക്സ് ഡാഷ് ഓഫ് n2 ആണ്, ഓറിയൻറ്റേഷൻ n2 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ എക്സ് ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഡോട്ട് ഓഫ് ടി മൈനസ് എക്സ് ഡോട്ട് ഓഫ് ടി ഡോട്ട് n2 ഓഫ് ആൽഫ ഓഫ് ടി ഇൻറ്റു n2 ഓഫ് ആൽഫ ഓഫ് ടി എന്ന് വരും. പക്ഷേ ഇവിടെ n2 ഈക്വൽ ടു മൈനസ് n ആണ്. അന്നേരം നമുക്ക് എന്ത് കിട്ടും? എക്സ് ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഡോട്ട് ഓഫ് ടി മൈനസ് എക്സ് ഡോട്ട് ഓഫ് ടി ഡോട്ട് മൈനസ് 1 ഇൻറ്റു n ആൽഫ ഓഫ് ടി. അതായത് ഇവിടെ നമുക്ക് മൈനസ് n ആൽഫ ഓഫ് ടീനെ എങ്ങനെ എഴുതാം? മൈനസ് 1 ഇൻറ്റു n ആൽഫ ഓഫ് ടി എന്ന് എഴുതാം. അന്നേരം ഈ ഒരു ഫോമിൽ വരും. ഇനി ഇവിടെ ഈ നമുക്ക് എന്താ പറയുക, എ ഡോട്ട് സി ബി എന്ന് വന്നിട്ടുണ്ടെങ്കിൽ എ ഡോട്ട് സി സം സ്കേലാർ, സി എയും ബിയും വെക്ടേഴ്സാണ്, സി സം സ്കേലാറും ആണെങ്കിൽ എ ഡോട്ട് സി ബി ഇസ് ഈക്വൽ ടു സി ഇൻറ്റു എ ഡോട്ട് ബി ആണ്. അത് നമുക്ക് ഇവിടെ എങ്ങനെ എടുക്കാം? ഈ ഡോട്ട് പ്രൊഡക്റ്റിൽ മൈനസ് 1നെ പുറത്തെടുക്കാം. ആ മൈനസ് 1ഉം ഈ ഒരു മൈനസ് 1ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? പോസിറ്റീവ് ആവും. ഫൈനൽ പ്രൊഡക്റ്റ് എന്ത് തന്നെയാണ് കിട്ടുന്നത് നമുക്ക്? n2 എന്ന് പറയുന്ന ഓറിയൻറ്റേഷൻ കൺസിഡർ ചെയ്താലും n1 എന്ന് പറയുന്ന ഓറിയൻറ്റേഷൻ കൺസിഡർ ചെയ്താലും എന്ത് തന്നെയാണ് വരുന്നത് നമുക്ക്? എക്സ് ഡാഷ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഡോട്ട് ഓഫ് ടി മൈനസ് എക്സ് ഡോട്ട് ഓഫ് ടി ഡോട്ട് n ആൽഫ ഓഫ് ടി ഇൻറ്റു n ആൽഫ ഓഫ് ടി എന്ന് തന്നെയാണ് വരുന്നത്. അതായത് ഓറിയൻറ്റേഷൻ എന്ത് തന്നെ ആയാലും എക്സ് ഡാഷ് ഓഫ് ടിയിൽ വേരിയേഷൻസ് ഒന്നും വരുന്നില്ല. അതായത് കൊവേരിയൻ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ കൊവേരിയൻ ഡെറിവേറ്റീവ് എന്തിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഓറിയൻറ്റേഷൻ ഓൺ എക്സിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല.